ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോ സെമികണ്ടക്ടർ ഡയോഡിനെ കുറിച്ചാണ്. സെമികണ്ടക്ടർ ഡയോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ, അതിൻ്റെ പ്രവർത്തന രീതികളുടെ വിശദീകരണം ഉണ്ടാകും. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കാണുക. നമ്മൾ സെമികണ്ടക്ടർ ഡയോഡ് ഉപയോഗിക്കുന്നത് റെക്ടിഫയറുകൾ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലാണ്. അതിൻ്റെ പ്രധാന കമ്പോണൻറ്റും ഈ ഡയോഡ് തന്നെയാണ്. AC നെ DC ആക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനൊരു പ്രോപ്പർട്ടി കിട്ടുന്നതിനെക്കുറിച്ചൊക്കെ നമുക്കിതിൻ്റെ പ്രവർത്തന രീതിയിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ ഡയോഡ് നിർമ്മിക്കുന്നത് സെമികണ്ടക്ടർ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ടാണ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സിലിക്കണും ജെർമേനിയവുമാണ്. ആദ്യകാലങ്ങളിലൊക്കെ ജെർമേനിയമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും പിന്നീട് സിലിക്കൺ പ്യൂരിഫൈ ചെയ്തെടുക്കാനുള്ള ടെക്നോളജികൾ വികസിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ വ്യാപകമായിട്ട് സിലിക്കൺ തന്നെയാണ് സെമികണ്ടക്ടർ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു സെമികണ്ടക്ടർ മെറ്റീരിയലിന് വൈദ്യുതിയെ കടത്തിവിടാനാകും, എങ്കിലും ലോഹങ്ങളുടെ അത്ര കണ്ടക്ടിവിറ്റി ഇവയ്ക്ക് ഉണ്ടാകാറില്ല. സോ ഒരു സെമികണ്ടക്ടർ എന്തുകൊണ്ടാണ് വൈദ്യുതിയെ കടത്തിവിടുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചുറ്റും കാണുന്ന പ്രകൃതിയിലുള്ള മൂലകങ്ങളുടെ ആറ്റം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന വിവിധ ഊർജ്ജ നിലകളുണ്ട്. ഈ ഊർജ്ജ നിലകളെ നമ്മൾ ഷെല്ലുകളെന്നാണ് വിളിക്കുക. അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലാണ് വാലൻസ് ഷെൽ, അല്ലെങ്കിൽ സംയോജക ഇലക്ട്രോണുകൾ കാണപ്പെടുന്ന ഷെൽ. ഈ സംയോജക ഇലക്ട്രോണുകൾ ശരിക്കും രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഇലക്ട്രോണുകളാണ്. എന്നിരുന്നാലും ഇവയ്ക്ക് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കൂടാതെ മറ്റ് ചില കാര്യങ്ങൾ ഏർപ്പെടാനും പറ്റും. അതായത് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന് പുറമേ നിന്ന് താപത്തിൻ്റെ രൂപത്തിലോ പ്രകാശത്തിൻ്റെ രൂപത്തിലോ ഊർജ്ജം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് ഈ വാലൻസ് ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയും. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളെ നമ്മൾ ഫ്രീ ഇലക്ട്രോണുകൾ എന്നാണ് പറയുക. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഫ്രീ ഇലക്ട്രോണുകൾ ഈ വാലൻസ് ഷെല്ലിൽ ഒരു വേക്കൻസി ഒഴിച്ചിട്ടിട്ടാണ് വരിക. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വേക്കൻസി അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയെ നമ്മൾ വിളിക്കുന്നത് ഹോൾ എന്നാണ്, അതായത് ഇലക്ട്രോൺ ഇല്ലാത്ത അവസ്ഥ. ഇലക്ട്രോണിനെ നമ്മൾ നെഗറ്റീവ് ചാർജിൻ്റെ വാഹകരായിട്ടുള്ള കണികകളായിട്ട് കണക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കണികകളായിട്ട് കണക്കാക്കുമ്പോൾ ഈ ഹോളുകളെ നമ്മൾ പോസിറ്റീവ് ചാർജുള്ള കണികകളായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് പ്രോബ്ലം സോൾവിങ്ങിനും എക്സ്പ്ലനേഷനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കണികകളെയും ചാർജ് വാഹകരായിട്ടും അതുപോലെ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജിൻ്റെ വാഹകരാണെന്നും ഹോളുകൾ പോസിറ്റീവ് ചാർജിൻ്റെ വാഹകരാണെന്നും മനസ്സിലാക്കുക. ഈ ഇലക്ട്രോണുകൾ ഫ്രീ ആയിട്ട് ക്രിസ്റ്റലിനുള്ളിൽ സഞ്ചരിക്കാൻ കഴിയുന്നവയായതുകൊണ്ട് തന്നെ ഇവ സഞ്ചരിച്ച് മിക്കപ്പോഴും വേറൊരു ഹോളിനെ മീറ്റ് ചെയ്യാനും ആ ഹോളിലേക്ക് അത് വീണ് ഈ ഹോൾ ഇലക്ട്രോൺ പെയറിങ് നടന്ന് അവ ന്യൂട്രലായി തീരാനുള്ള സാധ്യതകളും ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സിലിക്കൺ ക്രിസ്റ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കണോ ജെർമേനിയോ അത് രണ്ടിൻ്റെയും ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് സിലിക്കണിൻ്റെ കാര്യം തന്നെ എടുക്കാം. അതിൻ്റെ ക്രിസ്റ്റലിനുള്ളിൽ ഒരു സിലിക്കൺ ആറ്റം ചുറ്റുപാടുമുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് സഹസംയോജക ബന്ധനത്തിലാണ് ഉള്ളത്. അതായത് സിലിക്കണിൻ്റെ വാലൻസ് ഷെല്ലിൽ കാണപ്പെടുന്നത് 4 ഇലക്ട്രോണാണ്. ഈ 4 ഇലക്ട്രോണുകളെയും ചുറ്റുമുള്ള 4 ആറ്റങ്ങളുമായിട്ട് പങ്കുവെച്ച് ഒരു സ്റ്റേബിളായിട്ടുള്ള സ്റ്റേറ്റിലാണ് ഈ ക്രിസ്റ്റൽ രൂപപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനുള്ളിൽ താപം പുറത്തുനിന്ന് സ്വീകരിച്ചുകൊണ്ട് സിലിക്കണിനകത്തെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ പുറത്തേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ഹോളുകളും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഹോളുകളും ഇലക്ട്രോണുകളുമാണ് ഈ സെമി കണ്ടക്ടറിലൂടെ വൈദ്യുതി കടന്നു പോകാൻ സഹായിക്കുന്നത്. നോർമലി ഈ 2 ചാർജ് വാഹകരാണ് ഈ സിലിക്കൺ ക്രിസ്റ്റലിലൂടെ വൈദ്യുതിയെ കടത്തിവിടുന്നത്. എങ്കിലും ഇവയുടെ എണ്ണം താരതമ്യേന കുറവായതിനാൽ ഒരു ലോഹത്തിനുണ്ടാകുന്ന, അതായത് ഒരു മെറ്റലിനുണ്ടാകുന്ന അത്ര കണ്ടക്ടിവിറ്റി ഒന്നും ഈ സെമി കണ്ടക്ടറുകൾക്ക് ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള ഈ സെമി കണ്ടക്ടറുകളുടെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നമ്മളൊരു പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ പേരാണ് ഡോപ്പിംഗ്. ഈ ഡോപ്പിംഗ് പ്രക്രിയയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് മറ്റെന്തെങ്കിലും മൂലകങ്ങൾ വളരെ ചെറിയ തോതിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൂലം ഇവിടെ കണ്ടക്ടിവിറ്റി വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ ഡോപ്പിംഗ് പ്രോസസ്സ് 2 രീതിയിലാണ് ചെയ്യാറുള്ളത്. ഒന്നാമത്തെ രീതി, സിലിക്കണിൻ്റെ ക്രിസ്റ്റലിനുള്ളിലേക്ക് ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി മൂലകം, അതായത് പെൻറ്റാവാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലകത്തിൻ്റെ ആറ്റത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ 5 സംയോജക ഇലക്ട്രോണുകളുള്ള ഒരു മൂലകത്തിനെ തിരഞ്ഞെടുത്ത് ആ മൂലകത്തിനെയാണ് സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് വളരെ കുറഞ്ഞ തോതിൽ നമ്മൾ കൊടുക്കുന്നത്. ആൻറ്റിമണി, ആഴ്സനിക്, ഫോസ്ഫറസ് തുടങ്ങിയവയാണ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി മൂലകങ്ങൾ. അവയുടെ സംയോജക ഷെല്ലിൽ 5 ഇലക്ട്രോണുകളാണ് ഉണ്ടാകാറ്. ഇങ്ങനെ വരുന്ന ഇമ്പ്യൂരിറ്റി ആറ്റം സിലിക്കണിൻ്റെ സ്ട്രക്ചറിനുള്ളിലെ ഏതെങ്കിലും ഒരു സിലിക്കൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്താൽ ചുറ്റുമിരിക്കുന്ന 4 സിലിക്കൺ ആറ്റങ്ങൾക്ക് ബോണ്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള 4 ഇലക്ട്രോണുകളെ ഈ ഒരു പുതിയ ആറ്റത്തിന് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ അപ്പോഴും ഈ പുതിയ ആറ്റത്തിൻ്റെ പക്കലുള്ള ഒരു ഇലക്ട്രോൺ ആ ക്രിസ്റ്റലിനുള്ളിൽ ഫ്രീ ആവാൻ തുടങ്ങും. അതായത് ഈ ആറ്റത്തിൻ്റെ പക്കൽ 5 ഇലക്ട്രോണുകളുണ്ട്, ബോണ്ടിന് ആവശ്യമായിട്ടുള്ളത് 4 ഇലക്ട്രോണുകളാണ്. ഈ 4 ഇലക്ട്രോണുകളെ ക്രിസ്റ്റലിലെ ബോണ്ടിങ്ങിന് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു ഇലക്ട്രോൺ ബോണ്ടിങ്ങിലൊന്നും പെടാതെ ഫ്രീ ആവും.
ഇങ്ങനെ ഇമ്പ്യൂരിറ്റി ആയിട്ട് ചേരുന്ന ഓരോ ആറ്റവും ഇത്തരത്തിൽ ക്രിസ്റ്റലിനുള്ളിലേക്ക് ഓരോ ഫ്രീ ഇലക്ട്രോണിനെ സപ്ലൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഈ ക്രിസ്റ്റലിനകത്ത് നെഗറ്റീവ് ചാർജ് കാരിയറുകളായിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കൂടാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഡോപ്പ് ചെയ്ത ഈ ക്രിസ്റ്റലിനുള്ളിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്റ്റലിനെ നമ്മൾ നെഗറ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ എൻ ടൈപ്പ് ക്രിസ്റ്റൽ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ സിലിക്കണിൻ്റെ ശുദ്ധമായ ക്രിസ്റ്റലിലേക്ക് ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി, അതായത് സംയോജക ഷെല്ലിൽ 3 ഇലക്ട്രോൺ മാത്രമുള്ള ഒരു മൂലകം വളരെ ചെറിയ തോതിൽ ഈ സിലിക്കണിൻ്റെ ക്രിസ്റ്റലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എൻ ടൈപ്പ് ക്രിസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ക്രിസ്റ്റലിനുള്ളിൽ ഒരു സിലിക്കൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് വരുന്ന ഇമ്പ്യൂരിറ്റി ആറ്റം ചുറ്റുമുള്ള ബോണ്ടിന് ആവശ്യമായിട്ടുള്ള 3 ഇലക്ട്രോണുകളെ മാത്രമേ ഇതിന് സപ്ലൈ ചെയ്യാൻ പറ്റൂ. അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ വേക്കൻസി രൂപപ്പെടുകയും ചെയ്യും. ഈ വേക്കൻസിയാണ് ഹോളെന്ന് വിളിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓരോ ഇമ്പ്യൂരിറ്റി ആറ്റവും ഓരോ ഹോളിനെ ഈ ക്രിസ്റ്റലിനുള്ളിൽ അവശേഷിപ്പിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പോസിറ്റീവ് ചാർജ് കാരിയറുകളുടെ എണ്ണം സാധാരണയിലുള്ളതിനെക്കാട്ടിലും കൂടാൻ തുടങ്ങുന്നു. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് കാരിയറുകളുടെ എണ്ണം കൂടുതലുള്ള ക്രിസ്റ്റലിനെ പോസിറ്റീവ് ടൈപ്പ് അല്ലെന്നുണ്ടെങ്കിൽ പി ടൈപ്പ് ക്രിസ്റ്റൽ എന്നാണ് നമ്മൾ വിളിക്കുക. ഇപ്പോൾ പി ടൈപ്പ് ക്രിസ്റ്റൽ എന്താണ്, എൻ ടൈപ്പ് ക്രിസ്റ്റൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പി എൻ ജംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ഡോപ്പ് ചെയ്യപ്പെട്ട പി ടൈപ്പ് എൻ ടൈപ്പ് ക്രിസ്റ്റലുകളെ തമ്മിൽ ചേർത്ത് വെച്ചാൽ ഇവയുടെ കോൺടാക്റ്റിൽ വരുന്ന സർഫസിനെയാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് വിളിക്കുക. പി എൻ ജംഗ്ഷൻ കോൺടാക്ട് സർഫസ് എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് 2 വ്യത്യസ്ത ക്രിസ്റ്റലുകളിൽ പി ടൈപ്പ് എൻ ടൈപ്പ് ഡോപ്പിംഗ് ചെയ്ത ശേഷം ഈ ക്രിസ്റ്റലുകളെ കൊണ്ടുവന്ന് ഉരുക്കി ചേർത്ത് ഒരുമിച്ചാക്കുന്നതാണെന്ന്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ 2 ക്രിസ്റ്റലുകളും ചിലപ്പോൾ 2 രീതിയിലുള്ള ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവയെ ചേർത്ത് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പ്രോപ്പർട്ടിയിലുള്ള ഡയോഡ് കിട്ടുക അസാധ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് സിലിക്കണിൻ്റെ തന്നെ ഒറ്റ പ്യുവർ ക്രിസ്റ്റലിനുള്ളിലേക്ക് 2 ഭാഗത്തായിട്ട് പി എൻ ടൈപ്പ് ഡോപ്പിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഒരു ഭാഗം ഉണ്ടാകും. അങ്ങനെ വരുന്ന ഭാഗത്തിനെയാണ് ഇവിടെ നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് വിളിക്കുക. ഒരു പി എൻ ജംഗ്ഷൻ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നടക്കുന്ന കാര്യം, നമ്മൾ എൻ ടൈപ്പ് മെറ്റീരിയലിൻ്റെ കാര്യം എടുത്താൽ അവിടെ ഇലക്ട്രോണുകൾ കൂടുതലും, പി ടൈപ്പിൻ്റെ കാര്യം എടുത്താൽ അവിടെ ഹോളുകൾ കൂടുതലുമാണെന്ന് പറയാറുണ്ട്. അതായത് അവയുടെ കോൺസെൻട്രേഷനുകൾ ഓരോ മെറ്റീരിയലും കൂടുതലാണ്. കോൺസെൻട്രേഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഡിഫ്യൂഷൻ. അതായത് കണികകൾ കോൺസെൻട്രേഷൻ കൂടുതലുള്ള ഭാഗത്തു നിന്നും ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ബാരിയർ വഴി ഡിഫ്യൂസ് ചെയ്ത് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് പോകാറുണ്ട്. ഇതൊരു യൂണിവേഴ്സലായിട്ടുള്ളൊരു തത്വമാണ്. അപ്പോൾ ഈ കാര്യം നമുക്കിവിടെ പ്രയോഗിക്കാൻ പറ്റും. അതായത് എൻ ടൈപ്പ് മെറ്റീരിയൽ കൂടുതലായിട്ടുള്ള ഇലക്ട്രോണുകൾ ജംഗ്ഷൻ വഴി ഡിഫ്യൂസ് ചെയ്ത് പി ടൈപ്പ് മെറ്റീരിയലിലേക്കും, പി ടൈപ്പ് മെറ്റീരിയൽ കൂടുതലായിട്ടുള്ള ഹോളുകൾ ജംഗ്ഷനിൽ കൂടി ഡിഫ്യൂസ് ചെയ്ത് ഇപ്പുറത്തെ എൻ ടൈപ്പ് മെറ്റീരിയലിലേക്കും കടക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു ഡിഫ്യൂഷൻ സംഭവിക്കുമ്പോൾ ജംഗ്ഷന് ചുറ്റുമുള്ള ക്രിസ്റ്റലിൽ ഉറച്ചിരിക്കുന്ന ആറ്റങ്ങളിൽ ഈ ഇലക്ട്രോണുകളും ഹോളുകളും പോയി അറ്റാച്ച് ചെയ്ത് ഇവയെ ചാർജ് നൽകി അയോണീകരിക്കാൻ തുടങ്ങും. അങ്ങനെ ജംഗ്ഷന് ചുറ്റും മൂവ് ചെയ്യാൻ പറ്റാത്ത അയോണുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ മൂവ് ചെയ്യാൻ പറ്റാത്ത ചാർജുകൾ എപ്പോഴും അവയ്ക്ക് ചുറ്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈ പി എൻ ജംഗ്ഷന് ചുറ്റും രൂപപ്പെടുന്നു. ഈ ഉണ്ടാകപ്പെട്ട ഫീൽഡ് പിന്നീടുള്ള ചാർജ് വാഹകരായിട്ടുള്ള ഹോളുകളുടെ ഇലക്ട്രോണുകളുടെയും ഡിഫ്യൂഷനെ എതിർക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ജംഗ്ഷനിലൂടെ ചാർജ് വാഹകരൊന്നും തന്നെ ക്രോസ് ചെയ്ത് പോകാതിരിക്കാനുള്ള ഇടവരികയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ പി എൻ ജംഗ്ഷന് ചുറ്റുമുള്ള ആ ഒരു റീജിയൻ, അതായത് ഡിപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു റീജിയനായിട്ട് മാറുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് വിളിക്കുക. പി എൻ ജംഗ്ഷന് ചുറ്റുമുള്ള ചാർജ് വാഹകരില്ലാത്ത ഭാഗത്തിനെ ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് നമ്മൾ വിളിക്കുക. അതുമാത്രമല്ല, ഡിപ്ലീഷൻ റീജിയൻ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിന്ന് ചാർജ് വാഹകർക്ക് ഇതിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ ബാരിയറിന് തുല്യമായിട്ടുള്ള എനർജിയുള്ള ചാർജ് വാഹകർക്ക് മാത്രമേ പിന്നീട് ഈ ജംഗ്ഷനെ ക്രോസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യണമെങ്കിൽ പുറത്ത് നിന്നും ഇലക്ട്രിസിറ്റി കൊടുത്തെങ്കിലേ പറ്റുകയുള്ളൂ. അങ്ങനെ പുറത്തു നിന്നും ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന 2 മെത്തേഡുകളാണുള്ളത്. ഒന്ന് ഫോർവേഡ് ബയാസിങ്, രണ്ടാമത്തത് റിവേഴ്സ് ബയാസിങ്. നമുക്ക് ഫോർവേഡ് ബയാസിങ്ങിൽ അതിൻ്റെ പി ടൈപ്പ് മെറ്റീരിയൽ വരുന്ന ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും എൻ ടൈപ്പ് മെറ്റീരിയൽ വരുന്ന ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ് ഒരേ ചാർജുകൾ വികർഷിക്കുകയും വിപരീത ചാർജുകൾ ആകർഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഘടിപ്പിച്ചിരിക്കുന്ന പി ടൈപ്പ് മെറ്റീരിയലിൻ്റെ ഭാഗത്തുനിന്ന് ഹോളുകളും, അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എൻ ടൈപ്പ് മെറ്റീരിയൽ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ആ ഭാഗത്തുള്ള കുറച്ച് ഇലക്ട്രോണുകളും ഈ വികർഷണം കാരണം
ജംഗ്ഷനിലേക്ക് നീങ്ങാൻ ആരംഭിക്കുന്നു. ഇങ്ങനെ നീങ്ങി വരുന്ന ഈ ചാർജ് കാരിയറുകൾ ജംഗ്ഷനിലുള്ള അയോണുകളുമായിട്ട് ചേർന്ന് അവിടെയുള്ള അയോണുകളുടെ ചാർജുകളെ ന്യൂട്രലൈസ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ വോൾട്ടേജിനെ നമ്മൾ പടിപടിയായിട്ട് ഉയർത്തി കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചാർജ് കാരിയറുകൾ ജംഗ്ഷനിലേക്ക് എത്തുകയും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇതേപോലെ കുറയാൻ കാരണമാവുകയും ചെയ്യുന്നു. അങ്ങനെ വോൾട്ടേജ് ഒരു പ്രത്യേക ലെവലിലെത്തുമ്പോൾ, അതായത് അതിനെ നമ്മൾ നീ വോൾട്ടേജ് എന്നാണ് വിളിക്കുക. അപ്പോൾ നീ വോൾട്ടേജിലേക്ക് വോൾട്ടേജിൻ്റെ അളവ് എത്തിച്ചേരുമ്പോൾ ഈ ജംഗ്ഷന് ചുറ്റും ഉണ്ടായിരുന്ന ഫീൽഡ് അപ്രത്യക്ഷമാകുകയും ജംഗ്ഷന് കുറുകെ ഒരു റെസിസ്റ്റൻസ് വളരെയധികം കുറഞ്ഞൊരു പാത ഉണ്ടാകുകയും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഫോർവേഡ് കറണ്ട് അതിലെ ഒഴുകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒഴുകുന്ന കറണ്ടിനെ ഫോർവേഡ് കറണ്ട് എന്നാണ് വിളിക്കുക. ഇത്തരത്തിലാണ് ഫോർവേഡ് ബയാസിങ്ങിലുള്ള കണ്ടക്ഷൻ പൂർത്തിയാകുന്നത്. ഇനി നമുക്ക് റിവേഴ്സ് ബയാസിങ്ങിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ഇത് ഫോർവേഡ് ബയാസിങ്ങിന് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഈ പുതുതായിട്ടുണ്ടാക്കിയ ക്രിസ്റ്റലിൻ്റെ എൻ ടൈപ്പ് മെറ്റീരിയൽ വരുന്ന ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലും പി ടൈപ്പ് മെറ്റീരിയൽ വരുന്ന ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലുമാണ് കണക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഭാഗത്തുമുള്ള ചാർജ് കാരിയേഴ്സിനെ ബാറ്ററിയുടെ ടെർമിനലുകൾ അവയിലേക്ക് ആകർഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തത്ഫലമായിട്ട് ജംഗ്ഷനിലെ ഡിപ്ലീഷൻ ലെയറിൻ്റെ വലിപ്പം വർദ്ധിക്കും. ഫോർവേഡ് ഡയറക്ഷനിൽ കറണ്ട് ഒന്നും തന്നെ പാസ് ചെയ്യില്ല. പക്ഷേ മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന ഒരു റിവേഴ്സ് ലീക്കേജ് കറണ്ട് മാത്രമായിരിക്കും അവിടെ ഫ്ലോ ചെയ്യുക. അതെന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു വാല്യൂ ആയിരിക്കും. അതായത് മൈക്രോ ആംപിയറിൽ മെഷർ ചെയ്യുന്ന ഒരു വാല്യൂ മാത്രമായിരിക്കും അതൊക്കെ ഡയോഡിൻ്റെ ഡാറ്റ ഷീറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. മാക്സിമം എത്രത്തോളം വരും എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം അളവ് വർദ്ധിക്കുന്ന ഒരു കറണ്ടാണ് ഈ റിവേഴ്സ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡയോഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളും അവയുടെ പ്രത്യേകതകളും അവ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള വിശദീകരണവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഹോബിസ്റ്റുകളെ ഉദ്ദേശിച്ച് അതുപോലെ പുതിയതായിട്ട് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ പരിചയപ്പെടുന്ന ആൾക്കാർക്ക് അവയുടെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് സഹായകരമാകുമെന്ന് കരുതി ചെയ്തൊരു വീഡിയോയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ വേറൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ എത്തുന്നവരെ ബൈ.